കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കുന്ന ആശ്രയ പദ്ധതിയിലെ അംഗങ്ങളുടെ ആനുകൂല്യ വിതരണം നടന്നു. പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ KP മോഹനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. രാജ്യത്തിന്റെ സമ്പദ്ഘടനയുടെ നെടുതൂണാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇവിടെ ദേവസ്വത്തിൽ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വ്യാപാരികൾക്ക്. ഇവിടെ നിങ്ങൾ വിറ്റഴിക്കുന്ന പണത്തിൻ്റെ ഒരു അംശം കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു വിഹിതം കൊണ്ടാണ് കേരളത്തിലെ പല സ്ഥാപനങ്ങൾക്കും അല്ലെങ്കിൽ പല വകുപ്പുകളിലുള്ള ഉദ്യോഗസ്ഥർക്ക് അടക്കം ശമ്പളമാണ്. അപ്പം അതുകൊണ്ട് സമ്പദ്ഘടനയുടെ മാത്രമല്ല, എല്ലാ നിലയിലും സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തികളായിട്ട് വ്യാപാരികൾ മാറുകയാണ്. പഴയകാലത്തും ഇപ്പോഴത്തും ഒരുപാട് വ്യത്യാസമുണ്ട് വ്യാപാരികൾ. പഴയകാലത്ത് എൻ്റെ വ്യാപാരം, എൻ്റെ വീട്, എൻ്റെ ബന്ധുക്കൾ എന്നൊരു ചിന്തയുണ്ടായിരുന്നു. അതിൽ നിന്ന് മാറി ഇന്ന് നാടിൻ്റെ പൊതുവായ വികസന പ്രവർത്തനങ്ങളിൽ, പൊതുവായ സാംസ്കാരിക പ്രവർത്തനങ്ങൾ, പൊതുവായ സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഇടപെടുന്നവരായിട്ട് വ്യാപാരികളും കുടുംബങ്ങളും മാറുകയാണ്. ആശ്രയ പദ്ധതിയിൽ അംഗമായിരിക്കെ മരണപ്പെട്ട പാനൂർ മേഖലയിലെ 6 കുടുംബാംഗങ്ങൾക്കുള്ള ആനുകൂല്യ വിതരണമാണ് നടന്നത്. ഒരു കുടുംബത്തിന് 10 ലക്ഷം രൂപ വെച്ചാണ് ആശ്രയ പദ്ധതി നൽകുന്നത്. ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ CK രാജൻ അധ്യക്ഷത വഹിച്ചു. ഒരു പദ്ധതിയാണ് ആശ്രയ പദ്ധതി. ഈ ആശ്രയ പദ്ധതിയിൽ അംഗങ്ങളായിരിക്കുന്ന ഒരാൾ മരണപ്പെട്ട അദ്ദേഹത്തിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ കൊടുക്കുന്ന ഒരു പദ്ധതി. ഇതുവരെയായി ഏതാണ്ട് 90ഓളം പേർക്ക് ആശ്രയ പദ്ധതിയിൽ നിന്നും ആനുകൂല്യം കൊടുത്തു കഴിഞ്ഞു. ഇന്നലെ പയ്യന്നൂരിൽ വെച്ച് 4 പേർക്ക് 10 ലക്ഷം വീതം 40 ലക്ഷം രൂപ കൊടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ആനുകൂല്യ വിതരണം നടത്തി. ആസൂത്രണം ചെയ്ത കണ്ണൂർ ജില്ലയിലെ വ്യാപാരികൾക്ക് വേണ്ടിയും അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും അവരെ ആശ്രയിച്ച് കഴിയുന്നവർക്ക് വേണ്ടി കണ്ണൂർ ജില്ലാ കമ്മിറ്റി നേരിട്ട് നടത്തുന്ന ഈ പദ്ധതി 2023 ജനുവരി 1 മുതൽ നിലവിൽ വന്നു. ആശ്രയ ട്രസ്റ്റ് വർക്കിംഗ് ചെയർമാൻ KK രാമചന്ദ്രൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കന്മാരായ P വാഷിദ്, KP ആയൂബ്, MB തിലകൻ, CC വർഗീസ്, A സുധാകരൻ, PC പൊകുഹാജി, V ഹരീന്ദ്രൻ, K രാഘവൻ, നാസർ P, ഹമീദ് കിടഞ്ഞി, VV അബ്ദുള്ള, KK പുരുഷോത്തമൻ, NB പ്രകാശൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിന് സ്വാഗത സംഘം ജനറൽ കൺവീനർ K സന്തോഷ് സ്വാഗതവും പാനൂർ മേഖലാ ജനറൽ സെക്രട്ടറി K സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. സമഗ്ര ന്യൂസ് പാനൂർ.